ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള നദികൾ. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഭവാനി നദിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഭവാനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? പാലക്കാട്. ഭവാനി നദി ഒഴുകുന്നത് കേരളത്തിലെ പാലക്കാടിലൂടെയാണ്. ഇതിൻ്റെ ആകെ നീളം വരുന്നത് 217 കിലോമീറ്റർ ആണ്. ഭവാനി നദിയുടെ കേരളത്തിലെ നീളം എത്ര? 37.5 കിലോമീറ്റർ. ഭവാനി നദിയുടെ കേരളത്തിലെ നീളമാണ് 37.5 കിലോമീറ്റർ. ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നീലഗിരി കുന്നുകൾ. അത് പാലക്കാടിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ്. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. ഭവാനിപ്പുഴയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിൽ. ഭവാനി നദിയുടെ പതനസ്ഥാനമാണ് കാവേരി നദി. ഭവാനി നദി കേരളത്തിൽ നിന്നും ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലേക്കാണ്? തമിഴ്നാട്. ഭവാനി നദി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഭവാനി നദി. മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ്. ശിരുവാണി, വരഗാർ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? ഭവാനി നദി. ശിരുവാണി, വരഗാർ എന്നിവ ഭവാനി നദിയുടെ പോഷക നദികളാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഭവാനി നദി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി നദി. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത്? ശിരുവാണി അണക്കെട്ട്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. ഭവാനി നദിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മോക്ക് ടെസ്റ്റ് നോക്കാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭവാനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? ഭവാനി നദി കേരളത്തിൽ എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്? ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭവാനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശിരുവാണി, വരഗാർ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത്? മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭവാനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? പാലക്കാട് ജില്ലയിലൂടെ. ഭവാനി നദി കേരളത്തിൽ എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്? 37.5 കിലോമീറ്റർ. ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. പാലക്കാട് ജില്ലയിലെ നീലഗിരി കുന്നുകളിലാണ്. ഭവാനിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദി. ഭവാനി നദി കേരളത്തിൽ നിന്നും ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലേക്കാണ്? തമിഴ്നാട്ടിലേക്കാണ്. മുക്കാലി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഭവാനി നദി. ശിരുവാണി, വരഗാർ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? ഭവാനി നദി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഭവാനി നദി. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത്? ശിരുവാണി അണക്കെട്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. താങ്ക് യു.